എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ മഹത്തായ പരിപാടി അധ്യക്ഷത വഹിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ആമിന സത്താർ അവറുകളെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡിവിഷൻ മെമ്പർ ശ്രീ കെ വിജയൻ അവറുകളെ, ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ എച്ച്.എം. ശ്രീ മനോജ് മാത്യു സാർ അവറുകളെ, നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് പ്രശസ്ത സിനിമാ നടിയും ഗായികയുമായ ശ്രീമതി അനു സോനാര അവറുകളെ, നമ്മുടെ വാർഡ് മെമ്പർ പ്രിയപ്പെട്ട ശ്രീ പി മൊയ്തീൻ ക അവറുകളെ, സ്കൂളിൻ്റെ SMC ചെയർമാൻ ശ്രീ അസർ അലി അവറുകളെ, MPTA പ്രസിഡന്റ് ശ്രീമതി ഫൗസിയ, PTA വൈസ് പ്രസിഡന്റ് ശ്രീ റിയാസ് മേമന, SMC വൈസ് ചെയർമാൻ ശ്രീ ലത്തീഫ് തട്ടായി, MPTA വൈസ് പ്രസിഡന്റ് ശ്രീമതി അർഷിത, നമ്മുടെ സ്കൂളിൻ്റെ സീനിയർ അസിസ്റ്റന്റ് ശ്രീ സന്തോഷ് മാസ്റ്റർ അവറുകളെ, സ്കൂൾ ലീഡർ കുമാരി റിൻഷ ഫാത്തിമ, ഈ പരിപാടിക്ക് നന്ദി പറയാൻ വേണ്ടി നമ്മുടെ അൻവർ കെ PTA അംഗമാണ്, അതേപോലെ PTA MPTA SMC അംഗങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ബഹുമാന്യരായ നമ്മുടെ ആദ്യ ബാച്ചിൽപ്പെട്ട വിദ്യാർത്ഥികൾ അവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ മൊയ്തുക്ക, ശ്രീ ജോസ് ഏട്ടൻ, ശ്രീ തോമസ് ഏട്ടൻ, അതേപോലെ ഏലിയമ്മ ചേച്ചി, കൂടാതെ നമുക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റു പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏറ്റവും പ്രിയങ്കരായ കുട്ടികളെ, നമുക്കറിയാം 1955 ഒരു ഏകാധ്യാപക വിദ്യാലയമായി ആരംഭിച്ച നമ്മുടെ സ്കൂൾ 70 വർഷം പിന്നിട്ട് ഇന്ന് വളരെ മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച കാലാകാലങ്ങളിൽ ഇതിന് നേതൃത്വം നൽകിയ പൊതുപ്രവർത്തകരും അതാത് കാലങ്ങളിൽ സ്കൂളിനോടുകൂടെ നിന്ന് പ്രവർത്തിച്ച PTA അംഗങ്ങൾ, അധ്യാപകർ എന്നിവരെ നന്ദിയോടെ സ്മരിക്കുന്നു. അതേപോലെ ഈ സ്കൂൾ ഇവിടെ സ്ഥാപിതമാകാൻ കാരണക്കാരനായ ഏറ്റവും ബഹുമാന്യനായ ശ്രീ പൊയിൽ രാമക്കുറുപ്പ്, അദ്ദേഹത്തെ വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. നമുക്കറിയാം, ഒരു സ്കൂളിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്നത് അവിടെ പഠിക്കുന്ന മക്കൾക്ക് നല്ല രീതിയിലുള്ള വിജയം സമ്മാനിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഹൈസ്കൂൾ ചരിത്രത്തിൽ ഈ കഴിഞ്ഞ അധ്യയന വർഷം വളരെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിച്ചു. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികൾക്കും വിജയവും, അതിൽ തന്നെ 10 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ഉം മറ്റുള്ളവർക്ക് ഉയർന്ന ഗ്രേഡിലുള്ള വിജയവും സമ്മാനിക്കാൻ നമുക്ക് സാധിച്ചു. അതിനെ ചുക്കാൻ പിടിച്ച് നമ്മുടെ അധ്യാപകർ, കൂടെ നിന്ന രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട കുട്ടികൾ എന്നിവർക്കുള്ള അനുമോദനം പ്രത്യേകം അറിയിക്കുന്നു. കൂടാതെ LSS, USS, YIP തുടങ്ങിയ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ നമ്മുടെ കുട്ടികൾ മികച്ച നേട്ടം കൊയ്ത ഒരു വർഷമാണ് കടന്നുപോയത്. മികച്ച വിദ്യാലയത്തിനുള്ള നിരവധി അവാർഡുകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇതിനെല്ലാം നമ്മുടെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അകമഴിഞ്ഞ പരിശ്രമം നന്ദിയോടെ ഓർക്കുന്നു. കൂടാതെ നമ്മുടെ ഭൗതിക സാഹചര്യം ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ത്രിതല പഞ്ചായത്തുകളും കേരള സർക്കാരും BRC പോലുള്ള ഘടകങ്ങളും നമ്മെ സഹായിച്ച് ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടാക്കാൻ സാധിച്ചൊരു വർഷമാണ് കഴിഞ്ഞുപോയത്. അതിൻ്റെ ഭാഗമായി
നമുക്ക് വർഷങ്ങളായി ഒരു പ്രേതാലയം പോലെ കിടന്നിരുന്ന നമ്മുടെ ഒരു ലാബ് ബിൽഡിംഗ്, അതിൻ്റെ പണി പൂർത്തിയാക്കി കുട്ടികൾക്ക് ഉപകാരമാകുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിച്ചു. പുതിയ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. ടിങ്കറിംഗ് ലാബ് വയനാട് ജില്ലയിൽ 2 സ്കൂളുകൾക്ക് അനുവദിച്ചപ്പോൾ അത് ഒരെണ്ണം നമുക്ക് ലഭിക്കുകയുണ്ടായി. പണി പൂർത്തിയായിട്ടുണ്ട്. അതേപോലെ BRC അനുവദിച്ച വർണ്ണക്കൂടാരം നഴ്സറി കുട്ടികൾക്ക് വളരെ ആസ്വാദ്യകരമായി അവരുടെ കളികൾ ഏർപ്പെടാൻ വളരെ സൗകര്യപ്രദമായ ഒരു ഇടം ഒരുക്കാൻ നമുക്ക് സാധിച്ചു. അതേപോലെ ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു വർക്ക് നടക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി. കൂടാതെ ഈ അധ്യയന വർഷം നമ്മൾ നടത്തിയ ഒരു വലിയ ഒരു നേട്ടമാണ് ബിരിയാണി ചലഞ്ച്. അതിന് PTA, MPTA, SMC, മറ്റു അധ്യാപകർ, നാട്ടുകാർ എല്ലാവരും ഒന്നിച്ച് പരിശ്രമിച്ച് നമുക്കതിൽ നല്ലൊരു തുക ബാലൻസ് വെക്കാനും അതുപയോഗിച്ച് സ്കൂളിലെ LP സെക്ഷനിൽ ആൺകുട്ടികൾക്ക് മനോഹരമായ ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കാൻ സാധിച്ചു. അതേപോലെ വിവിധ മെയിൻ്റനൻസ് പദ്ധതികൾക്കായി ജില്ലാ പഞ്ചായത്ത് തുക അനുവദിക്കുകയും അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ അധികം പറഞ്ഞ് സമയം കളയുന്നില്ല. കുട്ടികളുടെ പരിപാടി ഒരുപാട് നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ഗസ്റ്റിൻ്റെ എണ്ണം കുറച്ചത്. ഏതായാലും ഞാൻ എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി അധ്യക്ഷത വഹിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത് ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ തൊണ്ടനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ആമിന സത്താർ അവറുകളാണ്. അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥി, ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മൾ സന്തോഷ് മാസ്റ്ററിൻ്റെ ഒരു നിർബന്ധ ക്ഷണം കൊണ്ട് എത്തിച്ചേർന്ന ശ്രീമതി അനു സോനർ അവറുകളെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ഡിവിഷൻ മെമ്പർ ശ്രീ വിജയൻ K അവറുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിജയേട്ടൻ വന്നതിന് ശേഷം ഈ സ്കൂളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്. മുറ്റം ഇന്റർലോക്ക് അടക്കം കമ്പ്യൂട്ടർ ലാബിൻ്റെ പ്രവർത്തനം, അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് വന്ന വിജയേട്ടൻ സ്കൂളിൻ്റെ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഏത് പരിപാടിക്കും എപ്പോഴും കൃത്യസമയത്ത് എത്തിച്ചത് നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ PP മൊയ്തീൻ അവറുകൾ, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ SMC ചെയർമാൻ അസറലി അവറുകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ HM, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ പുകഴ്ത്തുകയാണെന്ന് കരുതരുത്. എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ പരിപാടികൾക്കും ഏത് സമയത്തായാലും പാതിരക്കായാലും ഞങ്ങളോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ SMC വൈസ് പ്രസിഡന്റ് ലത്തീഫ് തൊട്ടായി, MPTA പ്രസിഡന്റ് ശ്രീമതി ഫൗസിയ, PTA വൈസ് പ്രസിഡന്റ് റിയാസ് മേമന, അർഷിത, സന്തോഷ് മാസ്റ്റർ, റിൻഷ ഫാത്തിമ, അൻവർ K എന്നിവരെയും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ രക്ഷിതാക്കളെയും നാട്ടുകാരെയും എല്ലാവരെയും ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആമിന സത്താർ അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you, Nasser Ka, for your warm welcome speech. തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി